بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും. എല്ലാവരും സലാം അടക്കിയിട്ടില്ല. എല്ലാവരും സലാം അടക്കിയിട്ടില്ല. ആ പ്രിയപ്പെട്ട മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? സുഖമല്ലേ? അല്ലേ? ചായ കുടിച്ചിട്ടില്ലേ? രാവിലെ വരുമ്പോൾ കുളിച്ചില്ല? അയ്യറാ ഫാത്തിമ തലയിൽ തട്ടോട്. അപ്പോ ഇന്ന് എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി റെഡിയായില്ലേ? പരീക്ഷയ്ക്ക് വേണ്ടി റെഡിയായില്ലേ? അപ്പൊ നോട്ട്, കടലാസ്, പെൻസില്. ഏതാണ് കടലാസ്, പെൻസില്? എല്ലാവരുടെ കയ്യിലും ഇല്ലേ? നോട്ട്, കടലാസ്, പെൻസിൽ എല്ലാവരുടെ കയ്യിലും ഇല്ലേ? എടുത്ത് റെഡിയാവുക. ഉസ്താദ് ബോർഡിൽ കുറെ വാക്കുകൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ബോർഡിൽ കുറെ വാക്കുകൾ എഴുതിയിട്ടുണ്ട്. അത് ഉസ്താദ് പറയുന്ന വാക്ക് വേഗം ഇങ്ങനെ കടലാസിൽ എഴുതണം. ഉസ്താദ് ഏത് വാക്കാ പറയുന്നത് ആ വാക്ക് മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? എഴുതാൻ പാടുള്ളൂ. ഒരു വാക്ക് എഴുതിയാല് 3 മാർക്ക് കിട്ടും. അങ്ങനെ ഒരു വാക്ക് എഴുതിയാല്, വൃത്തിയിൽ എഴുതിയാല് 3 മാർക്ക്. അങ്ങനെ 10 എണ്ണം ഉണ്ട്. 10 എണ്ണം എഴുതുകയാണെങ്കിൽ 30 മാർക്ക് കിട്ടും. അപ്പൊ വേഗം റെഡിയാവുക. എല്ലാവരും റെഡിയല്ലേ? ഉസ്താദ് പറയുന്ന ആ വാക്ക് ആദ്യം എഴുതണം. ആ വാക്ക് ആദ്യം എഴുതുക. ഞാൻ പറഞ്ഞ വാക്ക് എഴുതാൻ പാടുള്ളൂ. എന്നാ പറയട്ടെ നോക്കിക്കോളി. പറയുന്നേ ഒന്നാമത്തെ വാക്ക് ഉസ്താദ് പറഞ്ഞത് വേഗം നോക്കി എല്ലാവരും എഴുതുക. ബോർഡിൽ അത്ര പണിയല്ലോ. ബോർഡിൽ നോക്കിയിട്ട് എഴുതാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ എഴുതിയിട്ട് കിട്ടാത്ത കുട്ടികൾക്കൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കാം. കണ്ടിട്ടില്ലേ? കണ്ടില്ല? എവിടെ നോക്ക്. ലാ കണ്ടില്ലേ? ഇത് ഈ 3 അക്ഷരവും ഒരുമിച്ച് വരുന്ന വാക്ക് നിങ്ങളുടെ നോട്ടിൽ എഴുതുക. അപ്പോ പ്രിയപ്പെട്ട മക്കളെ, ഉസ്താദ് പറഞ്ഞ വാക്ക് മല അല്ലേ? ഞാനെന്റെ ബോർഡിൽ ടിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ശരിയായ എഴുതിയ കുട്ടികൾക്ക് ഞാൻ 3 മാർക്ക് കൊടുത്തിട്ടുണ്ട്. എഴുതാത്തവർക്ക് 1 മാർക്കും ഇല്ല. തെറ്റിയവർക്ക് തെറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഏതാ ശരി എന്ന് പറയുന്നത് ഉസ്താദ് ബോർഡിൽ ടിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതാ മല എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ എഴുതിയതാണോ ശരിയെന്ന് ഈ പേന തീരുമാനിക്കും കേട്ടാ. നോക്ക്, ബോർഡിലേക്ക് നോക്ക്. ഏതാ മല? നേരെ ശരിയിട്ടത്. അത് എഴുതിയ ആൾക്ക് 3 മാർക്ക് കിട്ടും. അത് എഴുതിയ 3 മാർക്ക് ഇട്ട് കുട്ടികൾ നിന്നാട്ടെ. 3 മാർക്ക് ഇട്ട് കുട്ടികള് അവരൊന്ന് കാണട്ടെ. അതാണ് മല. ഷൻസാൻ കിട്ടിയിട്ടില്ലേ? 3 മാർക്ക് കിട്ടിയിട്ടില്ലേ? തെറ്റിപ്പോയി. ഇനി നോക്ക രണ്ടാമത്തെ വാക്ക്. കണ്ട് ഇനി ഉസ്താദ് അടുത്ത വാക്ക് പറയുന്നേ. രണ്ടാമത്തെ വാക്ക് ഉസ്താദ് പറയുന്നത് കേട്ടോളി. രണ്ടാമത്തെ ഉസ്താദ് പറയുന്നത് ലബിനുൻ. 3 അക്ഷരം ഉണ്ട് അതില്. ഒന്ന് ചിന്തിക്കണ്ട. നിങ്ങൾ പഠിച്ചത് പിന്നെ അത് വായിച്ചത് ലബിനുൻ. ആടെ സീറ്റ് ഇരിക്കണേ. ഇവിടെ മൊത്തം ഈ ഭാഗത്തെല്ലാം നോക്കാം. ലബിനുൻ വേഗം കിട്ടുന്ന സാധനമാണ്. ലബിനുൻ പഠിച്ച മക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? വേഗം എഴുതിയിട്ടുണ്ട്. അതൊന്നും പറയണ്ട. ലാ അറിയാം, ബാ അറിയാം. അത് ഉപയോഗിച്ചത് ലബിനുൻ. ആ വാക്ക് ബോർഡിലുണ്ട്. അത് നോക്കി എഴുതുകയോ വേണ്ടോ. ഇപ്പൊ മക്കളെ, ഉസ്താദ് രണ്ടാമത്തെ വാക്ക് പറഞ്ഞത് എന്താ? എല്ലാവരും പറഞ്ഞ ലബിനുൻ അല്ലേ? അതിന് 3 മാർക്ക് കിട്ടിയിട്ട് കുട്ടികളൊക്കെ എഴുതിയിട്ട് നാട്ടെ. 3 മാർക്ക് നിനക്ക് കിട്ടിയിട്ടില്ല. നീ എണീക്കണ്ട. കിട്ടാത്തവരെ എണീക്കണ്ട. കിട്ടിയവര് മാത്രം. വെരി ഗുഡ്. ഇനി നമുക്ക് ബോർഡിൽ നോക്കിയിട്ട് ആ ലബിനുൻ ടിക്ക് ചെയ്യാം. ഏതാണെന്നറിയോ ലബിനുൻ? ഇതാണ് ലബിനുൻ. ഇപ്പൊ 2 വാക്ക് പറഞ്ഞ. ഒന്ന് പറഞ്ഞത് മല, രണ്ടാമത്തെ ലബിനുൻ. ഇനി 3ാമത്തെ വാക്ക് ഉസ്താദ് പറയുന്നേ. അതിലെങ്ങ് മാർക്ക് വാങ്ങാൻ ശ്രദ്ധിച്ചോ.
ബാ ദ ബാ ദ ആ ബാ ബാ മൂന്ന് നേരത്തെ താഴെ താഴെ എഴുതണേ ബാ ദ ആ ബാ ദ ആ ബാ ദ ആ ബാ ദ ആ. ഓ മക്കളെ ഇപ്പൊ ഉസ്താദ് പറഞ്ഞ വാക്ക് ഏതാ? മൂന്നാമത് പറഞ്ഞ വാക്ക് ബാ ദ ആ. അതിൽ 3 മാർക്ക് കുട്ടികളൊക്കെ എഴുന്നേറ്റുന്നേ. 3 മാർക്ക് കിട്ടിയ കുട്ടികളൊക്കെ എഴുന്നേറ്റേക്ക്. ഓക്കെ ശംസക്കെട്ടിരുന്നാ 3 മാർക്ക് കിട്ടിയ കുട്ടികൾ മാത്രം എഴുന്നേറ്റുന്നാ മതി. ഇത് പുറത്ത് ഉമ്മാക്ക് കാണിച്ചു കൊടുക്കണേ. ഇന്നത്തെ പരീക്ഷ നടന്ന മാർക്ക് തന്നെ കാണിച്ചു കൊടുക്കണേ, തെറ്റായാലും ശരിയായാലും. അപ്പൊ ഏതാ നമ്മുടെ വാക്ക് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? മൂന്നാമത്തെ ബദ എന്നുള്ള വാക്കതാ ഏറ്റവും ആദ്യത്തേതാണ് ബദ ആ. ശരി ബദ ആ. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള വാക്കുകൾ നാളെ പരീക്ഷ ഇടും കേട്ടാ. ഇൻഷാ അല്ലാഹ് നല്ലോണം ഇതൊക്കെ പഠിച്ചിട്ട് വരിക. നാളെ പുറത്തുനിന്ന് ഇത് കേട്ടാ ഇൻഷാ അല്ലാഹ്.